शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ശൃംഗത്തിൽ മണിനാദമാണിക്യ കണിമിന്നൽ തളചൂടും ശിവപാദം. കൈലാസ ശൃംഗത്തിൽ മണിനാദമാണിക്യ കണിമിന്നൽ തളചൂടും ശിവപാദം. ആനന്ദ നടനത്തിൽ ഇളകുന്ന ചലനത്തിൽ ഈരേഴു ലോകത്തിൻ ശുഭതാളം. ശംഭോ ശിവ ശംഭോ ശങ്കര ശിവ ശംഭോ ഭവസങ്കടനാശക മംഗളദായക ഗംഗാധര ശംഭോ ജയ ഗംഗാധര ശംഭോ. കൈലാസ ശൃംഗത്തിൽ മണിനാദമാണിക്യ കണിമിന്നൽ തളചൂടും ശിവപാദം. സുന്ദരരും തിരുജ്ഞാന സംബന്ധരും സിദ്ധരും മാണിക്യവാചകരും പാടിയാൽ തീരാത്തൊരാ പരബ്രഹ്മം പാവനം ശൈവമയം പ്രപഞ്ചം. ശംഭോ തമ്പുരാനെ, കുറച്ചൊന്ന് വിശ്രമിച്ചിട്ട് പോയാ പോരെ? നല്ല ക്ഷീണമുണ്ടല്ലേ? ക്ഷീണം മാത്രമല്ല, നന്നായി വിശപ്പും ദാഹവും ഉണ്ട്. കുറച്ച് ദാഹജലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. വിശപ്പും ദാഹവും ഒക്കെ എനിക്കും കലശലായുണ്ട്. വിഷമിക്കാതെ കൂട്ടരെ, മഹാദേവൻ എല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മുടെ പൈതാഹങ്ങൾ ശമിപ്പിക്കാനുള്ള വഴി മഹാദേവൻ കണ്ടിട്ടുണ്ടാകും. ശംഭോ മഹാദേവ, വരൂ. ആരെയും കാണുന്നില്ലല്ലോ. ദേ, ഒരു തിരുമേനി പോകുന്നു. അതെ, തിരുമേനി.
സ്വാഗതം. ആരാ? എവിടുന്നാ? ഞങ്ങൾ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരികയാണ് ബ്രാഹ്മണശ്രേഷ്ഠ. ഞാൻ സുന്ദരൻ, സുന്ദരനാർ. ഇവരൊക്കെ എൻ്റെ സഹയാത്രികരായ സുഹൃത്തുക്കൾ. ഞങ്ങൾക്ക് നല്ല വിശപ്പും ദാഹവുമുണ്ട് ബ്രാഹ്മണശ്രേഷ്ഠ. അതിനെന്താ? വിശന്ന് വരുന്ന വഴിപോക്കർക്ക് അന്നപാനാദികൾ നൽകുക എന്നത് നമ്മുടെ ജീവിത വ്രതമാണ് സുന്ദരനാരെ. ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദേ, അവിടെ ശുദ്ധജലമുണ്ട്. ദേഹശുദ്ധി വരുത്തി ക്ഷണത്തിൽ വന്നുകൊള്ളുക. വരൂ. ഇത്ര പെട്ടെന്ന് കറികളൊക്കെ വിളമ്പിയോ? സഹായികൾ ആരെങ്കിലും? സഹായികൾ ആരുമില്ല. നാം ഒറ്റയ്ക്കാണ് പാചകവും വിളമ്പലും ഒക്കെ. ആ, നിങ്ങൾ ഇരിക്കൂ, വരൂ. ഭക്ഷണം കഴിക്കൂ. മതി ബ്രാഹ്മണശ്രേഷ്ഠ, വയറ് നിറഞ്ഞു. ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം മുമ്പെങ്ങും കഴിച്ചതായി ഓർക്കുന്നേയില്ല. ക്ഷേത്രത്തിലെ ഭക്ഷണത്തിന്റെ സ്വാദ്, ഒരു ചന്ദനഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. നാം ബ്രാഹ്മണനല്ലേ, ഏറെ നേരവും ക്ഷേത്രത്തിലാണ് സഹവാസവും. ഇന്ന് പാകം ചെയ്യാൻ അഗ്നി കൊളുത്തിയപ്പോൾ വിറകിന്റെ കൂട്ടത്തിൽ ഒരു ചന്ദനമുട്ടിയും ഉണ്ടായിരുന്നു. അതാണ് ചന്ദനഗന്ധം അനുഭവപ്പെട്ടത്. ഓ, ഇത്രയും ആസ്വാദ്യകരമായ ഒരു പന്തിഭോജനം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല ബ്രാഹ്മണശ്രേഷ്ഠ. വിളമ്പുന്നവന്റെ ദാനധർമ്മനിഷ്ഠ, നിറഞ്ഞ മനസ്സ്, ഇതൊക്കെയാണ് ഭക്ഷണത്തെ കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നത്. ഞങ്ങൾ
കൈ കഴുകിയിട്ട് വരാം. വേണ്ട, ഇല അവിടെ ഇട്ടുള്ളൂ. തിരുമേനി, വിശപ്പും ദാഹവും ശമിച്ചു, ആശ്വാസമായി. അങ്ങയ്ക്ക് കോടി പുണ്യം കിട്ടും. എന്താണ് അങ്ങയുടെ പേര്? നീലകണ്ഠൻ. ഞങ്ങളുടെ ആരാധനാമൂർത്തിയുടെ പേര് തന്നെയാണല്ലോ. സന്തോഷമായി നീലകണ്ഠ സ്വാമികളെ. സ്വന്തം പെറ്റമ്മ മക്കളെ ഊട്ടുന്നത് പോലെ സ്നേഹത്തോടും വാത്സല്യത്തോടും അനുകമ്പയോടും കൂടി ഞങ്ങൾക്ക് അന്നപാനാദികൾ നൽകി. നന്ദിയുണ്ട്. ആ മഹാമനസ്കതയ്ക്ക് മുന്നിൽ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ. തിരുമേനി, 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 തിരുമേനി. എന്താ എന്താ തമ്പുരാനെ? നമ്മൾ വന്നപ്പോഴുണ്ടായിരുന്ന സത്രവും മണ്ഡപവും ഒന്നും കാണുന്നില്ല. തോഴരെ, പെറ്റമ്മയെ പോലെ നമ്മെ അന്നമൂട്ടിയത് മറ്റാരുമല്ല, പൈതാഹശമന മൂർത്തി കൂടിയായ സാക്ഷാൽ ശ്രീപരമേശ്വരനായിരുന്നു. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. വരൂ. തമ്പുരാനെ, ഇന്ന് നമ്മൾ ഒത്തിരി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കഴിഞ്ഞതാണല്ലോ. നല്ല ക്ഷീണമുണ്ട്. ഇവിടുത്തെ ക്ഷേത്രമണ്ഡപത്തിൽ നന്നായി വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് കേട്ടു. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിച്ചാലോ? അങ്ങനെ ആവട്ടെ. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ശിവഭഗവാൻ ദാനധർമ്മിഷ്ഠ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ധനസമൃദ്ധിക്കായി ലക്ഷക്കണക്കിന് ഭക്തർ വന്ന് പ്രാർത്ഥിക്കുന്ന പുത്തൂർ ശിവക്ഷേത്രമാണിത്. നിങ്ങൾ മണ്ഡപത്തിൽ വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവിൻ. നാം അപ്പോഴേക്കും സ്നാനം കഴിഞ്ഞ് തൊഴുതു വരാം. ദാനധർമ്മിഷ്ഠ സ്വരൂപനായ ശങ്കര ഭഗവാനെ, അടിയന്റെ പ്രാർത്ഥന പ്രകാരം തിരുവാരൂരിലെ ജനങ്ങൾക്ക് നെല്ല് നൽകി പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചവനാണങ്ങ്. ഇനി തിരുവാരൂരിൽ പൈങ്കിനി ഉത്തരത്തിന് ദാനം നൽകാൻ പണം വേണമല്ലോ. ദാനധർമ്മിഷ്ഠ പ്രഭാവനായി ഇവിടെ കുടികൊള്ളുന്ന അങ്ങ് അടിയന് വേണ്ടത്ര പണം നൽകി അനുഗ്രഹിച്ചാലും അടിയൻ
പണവുമായി എത്തുന്നതും കാത്ത് പറവൈ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സർവസംഘ പരിത്യാഗിയാകേണ്ട അടിയന് പണത്തിനു വേണ്ടിയുള്ള ആഗ്രഹത്തിന് വിധേയനാക്കുന്നതും പരീക്ഷണ കുതുകിയായ അവിടുന്ന് തന്നെയാണല്ലോ. നീലകണ്ഠ, ബാലനേത്ര, അടിയന് വേണ്ടി ധനവർഷം ചൊരിഞ്ഞാലും അങ്ങെന്താ ഇത്ര വൈകിയത്? ഞാൻ തിരുമേനിയുടെ ഇല്ലത്തൊന്ന് കയറി പൈങ്കിനി ഉത്രത്തിന്റെ കാര്യം സംസാരിച്ചു. ഇവിടെ മറ്റുള്ളവരൊക്കെ അങ്ങ് വരാൻ വൈകിയപ്പോൾ അവർ അത്താഴം കഴിച്ച് കിടന്നു. വരൂ. ആ നാളെ രാവിലെ തന്നെ ഭജനയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ശരി തമ്പുരാനെ. എന്തായാലും പൈങ്കിനി ഉത്രത്തിന് പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി. ആ, ഇവരെല്ലാവരും ഉറങ്ങിയല്ലോ. നിങ്ങളും പോയി കിടന്നുകൊള്ളൂ. അങ്ങ് അത്താഴം കഴിക്കുന്നില്ലേ? ഹേയ്, നമുക്കിന്ന് വേണ്ട. ശരി, ചെല്ലു. തലേനെ ഒന്നും കാണുന്നില്ലല്ലോ. ചെങ്കല്ലെങ്കിൽ ചെങ്കല്ല്. ഇതെന്താ സ്വർണ്ണക്കട്ടകളാണല്ലോ. ഇന്നലെ രാത്രി ഞാൻ ഇഷ്ടിയക്കട്ടകളിലാണല്ലോ കിടന്നത്. ഇതെന്താണ്? ഇതെങ്ങനെ സംഭവിച്ചു? സുന്ദരനാരെ, നിന്റെ ഭക്തിയുടെ പരിണാമമായിട്ട് നീ ഇതിനെ മണിമുത്താർ എന്ന പുഴയിൽ ഒഴുക്കുക. അതിനുശേഷം തിരുവാരൂരിൽ ചെന്ന് അവിടുത്തെ പുഴയിൽ മുങ്ങിത്തപ്പുക. അപ്പോൾ നിനക്ക് ഈ സ്വർണ്ണക്കട്ടികൾ ഓരോ 10 പൊൻപണം വച്ച് ഇതിന്റെ വിഹിതം സഹിതം നിനക്ക് ലഭിക്കുന്നതായിരിക്കും. ഭഗവാനെ, നന്ദി ഭഗവാനെ. അടിയന്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചല്ലോ. നന്ദി ഭഗവാനെ.
നന്ദി. കോടി പുണ്യം ഭഗവാനെ, കോടി പുണ്യം. നന്ദി ഭഗവാനെ, നന്ദി. യാത്രയൊക്കെ ക്ഷേമമായിരുന്നോ? ഭഗവാന്റെ അരുളപ്പാടനുസരിച്ചുള്ള തീർത്ഥാടനമല്ലേ, ക്ഷേമമായിരിക്കുമല്ലോ. പൈങ്കുനി ഉത്രത്തിന്റെ തലേനാൾ മടങ്ങി വരുമെന്ന വാക്ക് അങ്ങ് പാലിച്ചുവല്ലോ. നന്നായി. വരൂ, കുടിക്കാനെടുക്കാം. ദാ വെള്ളം. നാളെയാണ് പണം ദാനമായി നൽകേണ്ടത്. അതിനുവേണ്ട പണം സമാഹരിച്ചു വരാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. ദാനം കൊടുക്കാൻ വേണ്ട പണമൊക്കെ ഗംഗാധരൻ കനിഞ്ഞു നൽകിയിട്ടുണ്ട്. ഉവ്വോ, എങ്ങനെ? കഴിഞ്ഞ ഒരു ദിനം പുത്തൂർ ശിവക്ഷേത്രത്തിലായിരുന്നു ദർശനവും അന്തിയുറക്കവുമൊക്കെ. ആ, ഉണർന്നെണീറ്റപ്പോ ഒരു മഹാത്ഭുതം തന്നെ കാട്ടി ഭഗവാൻ എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. മഹാത്ഭുതമോ? എന്താ അത്? അന്നൊരു ദിവസം ഭഗവാനെ, പാർവതികാന്ത, എന്തൊക്കെ മായാവിലാസങ്ങളാണ് അവിടെ നീ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് മണിമുത്താറിലിട്ട കനകക്കട്ടികൾ ഇങ്ങ് തിരൂരാറിലെ കുളത്തിൽ സ്വർണ്ണ നാണയങ്ങളെ കിട്ടുമെന്നോ? ഭഗവാൻ തന്റെ മൂന്നാം തൃക്കണ്ണ് സംഹരിക്കുവാനുള്ള അഗ്നിവർഷത്തിന് തുറക്കും, അനുഗ്രഹിക്കുവാനുള്ള സ്വർണ്ണ നാണയ പെരുമഴയ്ക്കും തുറക്കുമെന്നാണോ നാഥ? അതെ, മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണ് നിഗ്രഹാനുഗ്രഹ ശക്തികളുടെ ഉറവിടമാണെന്ന് ഭവതി ധരിച്ചാലും നാളെ തിരുവാരൂർ കുളത്തിൽ നിന്നും സുന്ദരനാർ സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുക്കുമെന്നുള്ള വൃത്താന്തം മാളോരെയെല്ലാം അറിയിക്കണം. ശിവസ്തുതികളാൽ തിരുവാരൂർ ദേശം മുഖരിതമാവണം. ശൈവശക്തി സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു പുത്തൻ ജനത ഈ ദേശത്തിന് ഈടുവയ്പായി ലഭിക്കട്ടെ. ശംഭോ മഹാദേവ.